എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചളീശ്വരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതാ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വേഗവിരൽ ചോദ്യമില്ല. താഴെ പറയുന്ന സ്ഥലങ്ങളെ ആളുകളുടെ അഭിരുചിക്കനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ സ്കൂള്, ഓപ്ഷൻ ബി വെട്ടിക്കട, ഓപ്ഷൻ സി ബിവറേജസ് ആൻഡ് ഓപ്ഷൻ ഡി കല്യാണ വീട്. അപ്പൊ ടൈം സ്റ്റാർട്ട്സ് നൗ. കഴിഞ്ഞു, ടൈം അപ്പ്. അപ്പൊ ഇതിന്റെ ഉത്തരം 0.01 സെക്കൻഡിൽ ശരിയാക്കിയിരിക്കുന്നത് നൂറിനിൽ നിന്ന് വന്ന പുഷ്പനാണ്. അപ്പൊ പുഷ്പനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക്, ചളീശ്വരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ പുഷ്പൻ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. പുഷ്പ, റൂൾസ് ഒക്കെ അറിയാമല്ലോ. മൊത്തത്തിൽ 15 ചോദ്യങ്ങൾ, 10,000 തുടങ്ങി 1 കോടിയിൽ അവസാനിക്കും. 3 ലൈഫ് ലൈനുകൾ, ഓഡിയൻസ് പോള്, ഫോണെ ഫ്രണ്ട്, 50-50. ഗുരുജി, പുഷ്പന് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ അടുത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ഏത് ടീമാണ് കൊടൈക്കനാൽ കാണാൻ പോയത്? ഓപ്ഷൻ എ മഞ്ഞുമൽ ബോയ്സ്, ഓപ്ഷൻ ബി മഞ്ഞില്ലാത്ത ബോയ്സ്, ഓപ്ഷൻ സി കരിക്കട്ട ബോയ്സ്, ഓപ്ഷൻ ഡി കനൽ ബോയ്സ്. സാറേ ഞാൻ സിനിമ കണ്ടായിരുന്നു. ഞാൻ ചോദ്യം വേണേ ഒന്നുകൂടെ പറയാം. വേണ്ട സാറേ, ചോദ്യം എനിക്ക് മനസ്സിലായി. എടാ, കൊടൈക്കനാലാവുമ്പോ നല്ല തണുപ്പായിരിക്കുന്നില്ലയോ? അപ്പൊ ഒന്ന് ആലോചിക്കും. സാറേ ലൈഫ് ലൈൻ വേണം സാറേ. അപ്പൊ ഏത് ലൈഫിലാണ് നോക്കുന്നത്? ഓഡിയൻസ് പോൾ. ഓഡിയൻസ്, പുഷ്പനെ സഹായിക്കാമോ പ്ലീസ്? പുഷ്പ, 99% ആൾക്കാരും പറയുന്നത് കരിക്കട്ട ബോയ്സ്, ശേഷം 1% മാത്രം മഞ്ഞുമൽ ബോയ്സ്. ഏതാണ് പുഷ്പൻ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? സാറേ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് മലയാളികളാണോ അതോ തമിഴന്മാരാ? അയ്യോ, മലയാളി സാമത്തോ. അങ്ങനെ ആണെങ്കിൽ ഏറ്റവും കുറവ് പോളിംഗ്സ് ഉള്ള ഇത് പറഞ്ഞില്ലേ മഞ്ഞുമൽ ബോയ്സ്, അതങ്ങ് ലോക്ക് ചെയ്യാവോ? ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ മഞ്ഞുമൽ ബോയ്സ്. പുഷ്പ, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. 10,000 സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. പുഷ്പ, എന്തുകൊണ്ടാണ് ഓഡിയൻസ് ഏറ്റവും കുറച്ച് പോൾ തന്ന മഞ്ഞുമൽ ബോയ്സ് ചൂസ് ചെയ്തത്? ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന മലയാളി തണ്ടുകളല്ലയോ, ഒരുത്തൻ തന്നത് മറ്റൊരുത്തിന് ഇഷ്ടമല്ല. പുഷ്പ, നിങ്ങൾ ക്രിക്കറ്റ് കാണുമോ? ക്രിക്കറ്റോ? കാണാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയില്ലേ ഇന്ത്യക്ക് കപ്പ് കിട്ടിയത്? അടുത്ത ചോദ്യം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ചോദ്യം ഇതാ, 2024 T20 വേൾഡ് കപ്പ് ആരാണ് സ്വന്തമാക്കിയത്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. സാറേ ക്രിക്കറ്റ് ഒക്കെ കാണുന്ന എനിക്കറിയാവുന്ന, ഇതിന്റെ ആൻസർ എന്റെ നാവിന്റെ തുമ്പത്തിരിക്കുക. നിങ്ങൾ നേരത്തെ ഒരു ഉത്തരം പറഞ്ഞു. സാറേ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് ലോക്കാക്കി കൂടെ? അയ്യോ, അങ്ങനെ പറ്റത്തില്ല. ഇംഗ്ലാസ് എന്താ വേണം സാറേ? തേങ്ങ കടവായൊക്കെ ഉള്ള ഇന്ത്യ. ഇന്ത്യ സാറേ ഇന്ത്യ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. പുഷ്പ 25,000 സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. സാറേ ഞാൻ കിറ്റ് ചെയ്യുക. സാറേ 9 മണിയാവുന്നു സാറേ. സാറേ 9 മണിയാകുമ്പോ ബിവറേജ് അടയ്ക്കുക, അതിനുമ്പേ ചെല്ലണം. കൂട്ടുകാരനെ അവിടെ വെയിറ്റിംഗ് ആണ്. സാധനം എടുക്കാനുള്ള പൈസ സെറ്റ് ചെയ്തോണ്ട് വരാന്നാ ഞാൻ പറഞ്ഞത്. പുഷ്പ, അപ്പൊ താങ്കളുടെ ചെക്ക് ഞാനിപ്പോ ഇതിന് ഒപ്പിട്ട് തരാം. സാറേ ചെക്ക് വേണ്ട സാറേ, ചെക്ക് മാറാൻ ഭയങ്കര സമയം എടുക്കും സാറേ. അപ്പോഴേക്കും ബിവറേജ് അടയ്ക്കും സാറേ. അയ്യോ പുഷ്പ, നമുക്ക് ചെക്കേ തരാൻ പറ്റൂ. അല്ലെങ്കിൽ സാറേ ഒരു 100 രൂപ ക്യാഷ് തരാൻ. ഓ ശരി സാറേ. അടുത്തായിട്ട് നമ്മുടെ ചളീശ്വരം പ്രോഗ്രാമിലെ ഹോട്ട് സീറ്റിലേക്ക് വരാൻ പോകുന്നത് ചങ്ങമ്പുഴയിൽ നിന്ന് വരുന്ന സുബിനാണ്. സുബിൻ, വെൽക്കം വെൽക്കം. അപ്പം ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. ചൂടാടി ചന്തി കൊടുക്കട്ടെ. സുബിന് റൂൾസ് ഒക്കെ അറിയാലോ? ഓ പിന്നെ. എങ്കിൽ സുബിന് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ സുബിൻ യൂസ് ചെയ്യാറുണ്ടോ? എങ്കിൽ ഈ പറയുന്ന 3 പ്ലാറ്റ്ഫോം ആരുടെ അണ്ടറിലാണ് വരുന്നത്? ഓപ്ഷൻ എ മെറ്റ, ഓപ്ഷൻ ബി പട്ട, ഓപ്ഷൻ സി പഴുതാര, ഓപ്ഷൻ ഡി ചീവീട്. ഫോൺ ഫ്രണ്ട് യൂസ് ചെയ്യാം. താങ്കൾ ഇവിടെ 3 പേരുടെ നമ്പറാണ് തന്നിരിക്കുന്നത്. ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? അച്ഛനെ വിളിക്കും സാറേ. ഓക്കെ ഗുരുജി, പ്ലീസ് കോൾ
his തന്ത. ഹലോ ഹലോ അച്ഛാ, ഞാനേ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുക. പറയടാ മോനെ. എപ്പോഴും അച്ഛനെ രക്ഷിക്കുന്നേ, എന്നെ രക്ഷിക്കണേ. ചോദിക്കു നീ. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ ഏത് കമ്പനിയുടെ അണ്ടറില്ല? ഒന്നും അല്ല കാല. ഒന്ന് ഓപ്ഷൻസ് കേക്ക് എന്നിട്ട് പറ. ഉറപ്പ് അച്ഛൻ ഉറപ്പല്ലോടാ. ഇയാളവനെ കൊണ്ട് അച്ഛാ ഞാനേ ഓപ്ഷൻ എന്ന് പറയാവേ, ഒന്ന് കേട്ടോണേ. ഓപ്ഷൻ എ മച്ചാ, ഓപ്ഷൻ ബി പാറ്റാ, ഓപ്ഷൻ സി പടുതാര, ഓപ്ഷൻ ഡി ചീവേട്. ഓപ്ഷൻ ബി പാറ്റ. അച്ഛാ, അമ്മ എവിടെ ഉണ്ടോ? അമ്മ ഇവിടെ ഉണ്ട്. അമ്മ തുണി നനയ്ക്കുന്നു. തുണി വേണോ സാറേ? 50-50 എടുക്കാൻ പറ്റുമോ? അത് തെറ്റിത്തരവോ? നിങ്ങൾ മനസ്സിലായി കോഡ് വല്ലതാണോ പറഞ്ഞത് അമ്മ തുണി കഴുകുന്നത്? സാറേ, അമ്മ പഠിച്ചിട്ട് 10-14 വർഷമായി. രാവിലെ ഇങ്ങനെ എന്തോ വലിച്ചു കയറ്റിയിട്ടിരിക്കുക. അതാ പറഞ്ഞ 50-50 എടുക്കാന്ന്. ഓപ്ഷൻ ബി പാറ്റയും ഓപ്ഷൻ ഡി ചീവീടും പോയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി. സാറേ, ഓപ്ഷൻ എ മെറ്റ. കൺഫേം ആണോ? കൺഫേം സാർ. എന്തുകൊണ്ടാണ് കൺഫേം? അത് കറങ്ങി കുത്തിയപ്പോ അങ്ങനെ തോന്നിയത് സാറേ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്കളുടെ ഫസ്റ്റ് ചോദ്യം കറക്റ്റ് ആണ്. താങ്ക് യു സാർ, താങ്ക് യു സാറേ. അച്ഛനാ സാറേ, ഒന്ന് എടുത്തോട്ടെ. എടുത്തോ. ഹലോ അച്ഛാ, എന്താ കാര്യം? എടാ പെട്ടെന്ന് വീട്ടിലോട്ട് വാ. എന്താ? അമ്മൂമ്മക്ക് വയ്യ, വീണ്. പെട്ടെന്ന് വാടാ, ആശുപത്രി പോടാ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. വാ. അമ്മ വീണില്ലയോ? ഞാൻ വന്നോളാം. പറഞ്ഞ പെട്ടെന്ന്. ശരി ശരി സാറേ. അടുത്ത ചോദ്യം ചോദിക്കാം. എടോ, തന്റെ അമ്മൂമ്മയ്ക്ക് വയ്യ പോണ്ടായോ? സാറേ, അമ്മൂമ്മയെ തല്ലിക്ക് വന്നിട്ട് 30 വർഷമായി. അങ്ങനെ ജയിലിൽ തന്നിട്ട് 15 വർഷം ആവുന്നതേ ഉള്ളൂ. ഓക്കെ സുബി, തന്റെ വീണ്ടും വിളിക്കുന്നു. ഹലോ ഹലോ സാറേ. ആ, എന്റെ അമ്മ മരിച്ചുപോയി സാറേ. അയ്യോ, എപ്പോഴാണ് സാറേ? ഓഡീഷൻ അവിടോട്ട് വരുന്ന വഴിക്ക് ഒരു അരമണിക്കൂർ മുമ്പാണ് സാറ് മരിച്ചേ. അല്ല സാറേ, അച്ഛനെ ഈ പറഞ്ഞത് ശരിക്കും സത്യമാ. ഞാൻ അരമണിക്കൂർ മുമ്പ് മരിച്ചത്. സാറിനെ ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ? കാണത്തില്ല. പ്രേതം വരെ ഇപ്പൊ എന്നെ ചോദ്യം ഉത്തരം പറയാൻ വേണ്ടി വന്നു. കുറെ നാൾക്ക് ശേഷമാണ് ഈ ഷോ വീണ്ടും ഞാൻ തുടങ്ങിയത്. അതൊക്കെ ഒരു കാലം. അതൊക്കെ പോട്ടെ. 1 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. റൈറ്റ് ആൻസർ. 1 കോടി രൂപ സ്വന്തം അധ്വാനം കൊണ്ട് നേടിയിട്ട് സ്വന്തം അച്ഛന്റെ കൈ കൊടുത്താൽ മതി. പെർഫെക്റ്റ് എളിമ, എളിമ എളിമ എളിമ. അച്ഛനാണ് അവന്റെ. പ്ലീസ് കം ടു സ്റ്റേജ്. ഇല്ല, എനിക്ക് വേണ്ട. അവര് കൊടുത്താൽ മതി. അച്ഛൻ വരൂ. ഇല്ല, എനിക്ക് വേണ്ടാതെ. ഇല്ല, അച്ഛൻ വരാതെ ഈ ഷോ ഇനി മുന്നോട്ട് പോകില്ല. ഞാൻ അലമ്പോ. ചെക്ക് നമ്മൾ കൈമാറുകയാണ്. അല്ല, എവിടെ കണ്ട നല്ല. അല്ല, അച്ഛൻ എന്ത് ചെയ്യുന്നു? ഞാൻ ചോദ്യങ്ങൾ PSC ആയിരിക്കില്ല? PSC അല്ലല്ല, ഇവിടെ ഇവിടെ ടെലിവിഷനിൽ മണിക്കുട്ടി. ഞങ്ങൾ പോയിട്ട് വരട്ടെ സാർ. ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ മതി കേട്ടോ. സെറ്റാക്കി തരാം.